നമസ്കാരം. ജ്യോതിഷ വിശ്വാസികൾ ഏറെ ശ്രദ്ധയോടെ കാത്തിരുന്ന ഒരു പ്രധാന ഗ്രഹമാറ്റമാണ് ഇനി സംഭവിക്കാനായി പോകുന്നത്. അതായത് ബുദ്ധി, അറിവ്, വാക്കിൻ്റെ ശക്തി, വ്യാപാരം, അതായത് ബിസിനസ്, കച്ചവടം, ആശയവിനിമയം, വിദ്യാഭ്യാസം എന്നിവയുടെ കാരകത്വം വഹിക്കുന്ന ഗ്രഹം ഏതെന്ന് ചോദിച്ചാൽ അത് ബുധൻ തന്നെയാണ്. അങ്ങനെയുള്ളതായ ബുധഗ്രഹം തൻ്റെ ദിശമാറ്റം നടത്താനായി പോകുന്നുണ്ട്. അത് അടുത്ത ജൂൺ മാസം 21-ാം തീയതിയാണ്. അത് ഞായറാഴ്ച ദിവസമാണ് വരുന്നത്. രാവിലെ ഒരു കൃത്യസമയം പറഞ്ഞാൽ 6 മണി കഴിഞ്ഞ് 4 മിനിറ്റോടുകൂടിയാണ് ബുധൻ്റെ തെക്കോട്ടുള്ള സംക്രമണത്തിലേക്ക് ബുധൻ പ്രവേശിക്കാൻ ഒരുങ്ങുന്നത്. അപ്പോൾ വേദജ്യോതിഷ പ്രകാരം ഇങ്ങനെയുള്ള ഈ ഒരു മാറ്റത്തെ നമുക്ക് വളരെ പ്രാധാന്യത്തോടെ തന്നെയാണ് നോക്കിക്കാണേണ്ടത്. കാരണം എന്തെന്നാൽ ബുധൻ്റെ ഒരു ദിശാമാറ്റമാണല്ലോ സംഭവിക്കുന്നത്. അപ്പോൾ ദിശാമാറ്റം നിമിത്തം നമ്മൾ മാനവരാശിയുടെ, മനുഷ്യരുടെ ചിന്തയുടെ ചിന്താഗതിക്കും അതേപോലെ നമ്മുടെ സാമ്പത്തിക നിലയ്ക്കും നമ്മൾ ചെയ്യുന്ന കർമ്മം, തൊഴിൽ മേഖലയുമായി ബന്ധപ്പെട്ടൊക്കെ വളരെയധികം സ്വാധീനം ബുധന് ചെലുത്താനായിട്ട് ഈ ഒരു സമയം കഴിയും. അപ്പോൾ ഈ ഒരു സംക്രമണത്തിൻ്റെ ഗുണഫലങ്ങൾ സാധാരണയായി 21 മുതൽ 30 ദിവസം വരെ ആയിരിക്കും വളരെ ശക്തമായിട്ട് തന്നെ നമ്മൾക്ക് അനുഭവപ്പെടുന്നത്. പ്രത്യേകിച്ച് ഇതൊരു 4 രാശിയിൽ വരുന്ന നക്ഷത്രക്കാർക്ക് ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാനുള്ള ഇടയും ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ആ രാശിക്കാർ ആരൊക്കെയാണ് എന്നതിനെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യത്തെ രാശി കർക്കിടകം രാശിയാണ്. പുണർദം, പൂയം, ആയില്യം നക്ഷത്രങ്ങളാണ് കർക്കിടകം രാശിയിൽ വരുന്നത്. അപ്പോൾ ഈ കർക്കിടകം രാശിക്കാർക്ക് ഈ ബുധസംക്രമണം ഒരു ഭാഗ്യത്തിൻ്റെ വാതിൽ തന്നെ തുറക്കും എന്ന് നമുക്ക് പറയാൻ സാധിക്കും. എങ്ങനെയെന്നാൽ വളരെ നാളുകളായിട്ട് ലഭിക്കാതെ കിടന്ന ധനങ്ങളുണ്ടല്ലോ, അതൊക്കെ തിരികെ ലഭിക്കാൻ സാധ്യത കൂടുതലാണ്. അപ്പോൾ സാമ്പത്തികമായ ഒരു ആശ്വാസം അതിലൂടെ തന്നെ ലഭിക്കുന്നതാണ്. ഇനി കർമ്മം, ബിസിനസ്സാണ് ചെയ്യുന്നതെങ്കിൽ അതുമായി ബന്ധപ്പെട്ട പുതിയ കരാറുകൾ അല്ലെങ്കിൽ ബിസിനസ് വിപുലീകരണം, അതല്ലെങ്കിൽ സ്വന്തം പേരിലല്ല ബിസിനസ് എങ്കിൽ പോലും അതിനെ സ്വന്തമാക്കണമെന്ന് ആഗ്രഹിക്കുന്ന കുടുംബസ്വത്താണ് ചിലപ്പോൾ, അല്ലെങ്കിൽ നിങ്ങളിലേക്ക് കിട്ടേണ്ടതാണ്, കാലതാമസപ്പെട്ട് കിടക്കുകയാണ്, അങ്ങനെയുള്ള കാര്യങ്ങളാണെങ്കിലും കിട്ടേണ്ട വിഹിതങ്ങൾ നിങ്ങളിലേക്ക് വന്നു ചേരുന്ന സമയം. ജോലി ചെയ്യുന്ന ആളുകൾക്ക് സ്ഥാനക്കയറ്റം, ശമ്പള വർധനവ്, മേലധികാരിയുടെ ശ്രദ്ധ പിടിച്ചു പറ്റാൻ സാധിക്കുക. നമ്മൾ പറയാറുണ്ട്, എത്ര കഷ്ടപ്പെട്ട് കാര്യങ്ങൾ ചെയ്തിട്ടും ആരുടെയും ശ്രദ്ധയിലേക്ക് എത്തുന്നില്ല, പരിഗണന ലഭിക്കുന്നില്ല എന്ന്. പക്ഷേ ഇവിടെ നിങ്ങൾക്ക് അതിനുള്ള സമയം തുടങ്ങുന്നുണ്ട്. കുടുംബത്തിൽ നിങ്ങളുടെ വാക്കിന് വലിയ വിലയും മതിപ്പുമൊക്കെ ഉണ്ടാകും. അതെങ്ങനെയെന്ന് ചോദിച്ചാൽ ഇതുവരെ ഉണ്ടായിരുന്ന ഒരു അയഞ്ഞ ശൈലി സംസാരത്തിലെ അങ്ങോട്ട് മാറി ഇനി ബുധൻ അങ്ങോട്ട് പ്രവർത്തിക്കാൻ തുടങ്ങുമ്പോൾ നിങ്ങളുടെ സംസാരത്തിൽ പോലും ആളുകൾക്ക് മനസ്സിലാവുന്ന ആ ഒരു ഗാംഭീര്യം, ആ ഒരു മിതത്വം, ആ ഒരു മാധുര്യം ഒക്കെ വന്നു ചേരും. അത് നിങ്ങൾ സംസാരിക്കുന്നതിലൂടെ ബന്ധങ്ങൾ, വിള്ളലുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും അതൊക്കെ തീർത്ത് നിങ്ങൾക്ക് സൗമ്യമായി മുന്നോട്ട് പോകാൻ സാധിക്കും. അപ്പോൾ ഇവിടെ ധനപരമായ വലിയ ഒരു വളർച്ചയാണ് ഈ രാശിക്കാർക്ക് തുടങ്ങാൻ പോകുന്നത്. ഇനി അശ്വതി, ഭരണി, കാർത്തിക, മേടം രാശിക്കാരിലേക്ക് വരുമ്പോൾ മേടം രാശിക്കാർക്കും ഇതേപോലെ തന്നെ ബുധൻ്റെ മാറ്റം പുതിയൊരു തുടക്കം തന്നെയാണ് കൊണ്ടുവരുന്നത്. അപ്പോൾ കഴിഞ്ഞ കുറച്ച് നാളുകളായി മനസ്സിനെ അലട്ടിയിരുന്ന, മനസ്സിനെ മതിച്ചുകൊണ്ടിരുന്ന ആശയക്കുഴപ്പങ്ങൾ, മാനസികമായ സമ്മർദ്ദങ്ങൾ ഇതൊക്കെ മാറി തീരുമാനം എടുക്കുവാനുള്ള ഒരു ധൈര്യം, ആത്മവിശ്വാസം ഒക്കെ വന്നു ചേരും. അതേപോലെ നിങ്ങളുടെ ജോലിയുമായി ബന്ധപ്പെട്ടും നിങ്ങളുടെ പ്രകടനം എല്ലാവരെയും ആകർഷിക്കുന്ന തലത്തിലേക്ക് ഉയരും. ഉന്നതരായ ഉദ്യോഗസ്ഥരിൽ നിന്ന് അഭിനന്ദനങ്ങളും പ്രശംസയും ഒക്കെ നിങ്ങൾക്ക് വന്നു ചേരും. അപ്പോൾ ഇത് വിദ്യാർത്ഥികളാണെങ്കിൽ പോലും നിങ്ങളുടെ കഴിവ്, പഠനമാണല്ലോ നിങ്ങൾ ചെയ്യുന്ന മേഖല, അപ്പോൾ അതിൽ നല്ല മികവ് പുലർത്താനും അതുവഴി ടീച്ചേഴ്സിൻ്റെ ആ ഒരു സന്തോഷം, അവരുടെ ആ പ്രശംസയൊക്കെ നേടാനും കുട്ടികൾക്ക് സാധിക്കും. പഠനത്തിൽ വലിയ ശ്രദ്ധ നിങ്ങൾക്ക് വന്നു ചേരും. പരീക്ഷ, ഇൻ്റർവ്യൂ, മത്സര പരീക്ഷയിലൊക്കെ വിജയം കണ്ടെത്താനും ഇവിടെ ബുധൻ നിങ്ങൾക്ക് വളരെയധികം സഹായകമാകുന്നുണ്ട്. പുതിയ പദ്ധതികൾ എന്തെങ്കിലും മനസ്സിലുണ്ടെങ്കിൽ അത് ആവിഷ്കരിക്കുക എന്നത് വലിയൊരു കാര്യമാണ്. അപ്പോൾ അതിനുള്ള ഒരു ഭാഗ്യം കൂടി ഇവിടെ ഉണ്ടാകുന്നു. കാരണം അനുകൂല സമയമായതിനാൽ തന്നെ. അപ്പോൾ പ്രത്യേകിച്ച് കർമ്മ മേഖലയിൽ ഒരു ഉയർച്ച ബുധൻ തീർച്ചയായും തരും എന്നത് മനസ്സിലാക്കുക.
ഇനി അടുത്തത് ഉത്രം അത്തം ചിത്തിര വരുന്ന കന്നി രാശിയാണ്. ബുധൻ സ്വന്തം സ്വഭാവവുമായി കൂടുതൽ ശക്തിയോടെ പ്രവർത്തിക്കുന്ന രാശികളിൽ ഒന്ന് വേണമെങ്കിൽ കന്നിരാശി എന്ന് നമുക്ക് പറയാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഈ ഒരു സംക്രമണം കന്നിരാശിക്കാരനെ സംബന്ധിച്ച് നോക്കിയാൽ വളരെ മികച്ചതായ ഫലങ്ങൾ ലഭിക്കുന്നതിന് അല്ലെങ്കിൽ ബുധനിൽ നിന്ന് നൽകുന്നതായിരിക്കും. ഏറെ നാളുകളായി കർമ്മ മേഖലയിൽ ഒരു മന്ദഗതി ഉണ്ടായിട്ടുണ്ട്. അതായത് ജോലിക്ക് ശ്രമിക്കുന്നുണ്ട്, കിട്ടുന്നില്ല. ക്വാളിഫിക്കേഷൻ അങ്ങേയറ്റത്ത് തന്നെ ഉണ്ട്, പക്ഷെ കിട്ടുന്നില്ല. അങ്ങനെയൊക്കെ ഇരുന്നവർക്കും ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, പക്ഷേ അതിനൊരു പ്രോഗ്രസ് ഉണ്ടാകുന്നില്ല എന്ന് വിഷമിക്കുന്ന ആളുകൾക്കും മാറ്റമുണ്ടാകും. കാര്യങ്ങളൊക്കെ വേഗത്തിൽ നടന്നു കിട്ടുന്ന ഒരു സമയം. ബിസിനസ് ചെയ്യുന്നവർക്കും സാമ്പത്തിക നേട്ടമൊക്കെ ഉണ്ടാകുന്ന, പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ അല്ലെങ്കിൽ ബിസിനസ് ഒന്ന് ഡെവലപ്പ് ആക്കുക, ഒന്നുകൂടി ഒന്ന് വിപുലീകരിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും നല്ല ഒരു സമയമാണ്. കുടുംബത്തിൽ നിന്നിരുന്നതായ പ്രശ്നങ്ങൾ, സാമ്പത്തിക പ്രശ്നങ്ങളായാലും ദാമ്പത്യ പ്രശ്നങ്ങളായാലും കുടുംബത്തിനുള്ളിൽ ഉള്ള അല്ലാതെയുള്ള പ്രശ്നങ്ങളായാലും അഭിപ്രായ വ്യത്യാസങ്ങളായാലും അത് മാതാപിതാക്കൾക്കിടയിലും അല്ലെങ്കിൽ കുട്ടികൾക്കിടയിലുള്ള വിഷയങ്ങളാണെങ്കിൽ പോലും അതൊക്കെ മാറി സമാധാനവും ഐശ്വര്യവും സന്തോഷവും വന്നു ചേരും. പ്രത്യേകിച്ച് കർമ്മ മേഖലയിൽ അംഗീകാരമൊക്കെ ഉണ്ടാകുന്ന ഒരു ജോലിക്കുള്ള സാധ്യത, ജോലി ഇല്ലാത്തവരാണെങ്കിൽ ജോലിക്കൊക്കെയുള്ള സാധ്യത, ജോലി ചെയ്യുന്നവരാണെങ്കിൽ അതിൽ മെച്ചപ്പെട്ടതായ മാറ്റങ്ങൾ, നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെയൊക്കെ മാറ്റങ്ങൾ ഇവിടെ ബുധൻ നിങ്ങൾക്ക് പ്രദാനം ചെയ്യുന്നതാണ്. വിശാഖം, അനിഴം, തൃക്കേട്ട വൃശ്ചികം രാശിക്കാരുടെ കാര്യത്തിലേക്ക് വന്നാൽ, വൃശ്ചികം രാശിക്കാർക്ക് ബുധൻ്റെ ഈ ദിശാമാറ്റം നിങ്ങളുടെ ജീവിതത്തിൽ ഒരു സുവർണ അധ്യായം തന്നെ തുറക്കപ്പെടുന്നു എന്ന് നമുക്കിവിടെ പറയാൻ സാധിക്കും. എങ്ങനെയെന്നാൽ കർമ്മ മേഖലയിൽ ഒരു ഉത്തരവാദിത്വ വർധനമൊക്കെ ഉണ്ടാകുകയും ശമ്പളം, പദവി ഇതൊക്കെ ഉയരാനുള്ള സാധ്യതയും നാലാളുടെ മുൻപിൽ ഒരു മതിപ്പുണ്ടാകാനൊക്കെയുള്ള ഭാഗ്യവും കാണുന്നുണ്ട്. ബിസിനസ്സിൻ്റെ കാര്യത്തിലേക്ക് വന്നാൽ പാർട്ട്ണർഷിപ്പായിട്ട്, അതായത് പങ്കാളിത്ത ബിസിനസ് എന്ന് നമ്മൾ പറയും. അപ്പോൾ പങ്കാളിത്ത ബിസിനസ്സൊക്കെ ചെയ്യുന്നവർക്ക് ധനലാഭം കൂടുതലായി വരികയും നിക്ഷേപങ്ങളൊക്കെ തുടരാനും അതുവഴി നേട്ടങ്ങളൊക്കെ ഉണ്ടാക്കാനൊക്കെ സാധിക്കും. പ്രത്യേകിച്ച് ഒരു IT മേഖലയൊക്കെ, ഇൻഫർമേഷൻ ടെക്നോളജിയുമായി ബന്ധപ്പെട്ട മേഖല, മീഡിയകൾ, കമ്മ്യൂണിക്കേഷൻ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് ഒക്കെ വലിയൊരു, കാരണം ഇവിടെ ബുധനാണ് രാശിമാറ്റം അല്ലെങ്കിൽ അനുകൂലമാകുന്നത്. ഇപ്പോൾ ബുധൻ വാക്ചാതുര്യം നൽകും. നമ്മുടെ വാക്കുകളാണല്ലോ മീഡിയയിലൊക്കെ പ്രവർത്തിക്കുന്നവർക്ക്, അവരുടെ വാക്കാണ് മറ്റുള്ളവർക്ക് ആകാംക്ഷ കേൾക്കാനായിട്ടും കാണാനായിട്ടും ഒക്കെ നൽകുന്നത്. അപ്പോൾ അതിനുള്ളൊരു ഭാഗ്യം ഇവിടെ ബുധൻ നൽകുന്നുണ്ട്. മാനസിക സന്തോഷം, ആത്മവിശ്വാസം, മുൻപ് ഭയന്നിരുന്നതായ കാര്യങ്ങളിൽ പോലും ഇനി ധൈര്യത്തോടെ നേരിടുവാനുള്ള ഒരു ശക്തി. അപ്പോൾ നിങ്ങൾ തന്നെയാണോ ഈ മാറിയതെന്ന് സ്വയം നിങ്ങൾക്ക് പോലും അത്ഭുതം തോന്നും. മറ്റുള്ളവർക്ക് പോലും ഇന്നലെ വരെ പമ്മിയിരുന്നവനാണ്, ഇന്ന് അവൻ്റെ ഒരു മാറ്റം കണ്ടില്ലേ എന്ന് തോന്നുന്ന രീതിയിൽ ഉന്നതരായ ആളുകളുടെ മുന്നിൽ നിങ്ങളുടെ കഴിവുകൾ കാഴ്ചവെക്കാനായി നിങ്ങൾക്ക് സാധിക്കും. അപ്പോൾ തൊഴിൽ മേഖലയിലാണ് നിങ്ങൾക്ക് വലിയൊരു ഉയർച്ച, നേട്ടം എന്നിവ ലഭിക്കുവാനായി പോകുന്നത്. അപ്പോൾ ജൂൺ 21 രാവിലെ 6 മണി കഴിഞ്ഞ് 4 കൂടി ആരംഭിക്കുന്നതായി ബുധൻ്റെ ഈ ഒരു മഹാസംക്രമണം ചില രാശിക്കാർക്ക് ജീവിതത്തിലെ നിർണായക മാറ്റങ്ങൾ തന്നെയാണ് കൊണ്ടുവരുന്നത്. എന്നാൽ ജ്യോതിഷ ഫലങ്ങൾ വ്യക്തിയുടെ ജാതകസ്ഥിതി അനുസരിച്ചും ദശാസന്ധി അല്ലെങ്കിൽ ദശ അനുസരിച്ചുമൊക്കെ വ്യത്യാസപ്പെട്ട എന്നത് ഏവർക്കും അറിയാവുന്ന കാര്യമാണ്. അത് മറക്കരുത്. അപ്പോൾ ഇതിൽ നിങ്ങളുടെ രാശി ഉണ്ടോ എന്നൊക്കെ നോക്കുക. ഉണ്ടെങ്കിൽ അത് കമൻറ്റായിട്ടൊക്കെ രേഖപ്പെടുത്തുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റിൽ ചോദിച്ചാൽ മതി. അപ്പോൾ വലിയൊരു മാറ്റവും നേട്ടവുമാണ് വരുന്നത്. പ്രത്യേകിച്ച് വിദ്യാർത്ഥികൾക്കും ജോലി ചെയ്യുന്നവർക്കും ഒക്കെ നല്ല നേട്ടവുമായിട്ടാണ് ബുധൻ്റെ ഈ ഒരു മാറ്റം സംഭവിക്കുന്നത്. അപ്പോൾ ഏവരുടെയും ജീവിതത്തിൽ ഐശ്വര്യം ഉണ്ടാകട്ടെ. മറ്റൊരു വീഡിയോയുമായി ഉടൻ തന്നെ കാണുന്നതുവരെ നന്ദി, നമസ്കാരം.